ഹലോ ഗൈസ്, എല്ലാവർക്കും ഫോൺ മണി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സോ നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് Iqoo7 Legend ആണ്. സോ ഇപ്പോൾ ഇരിക്കുന്ന Iqoo7 Legendൻ്റെ 8GB 128GB വേരിയൻ്റ് ആണ്. ഇത് കൂടാണ്ട് ഒരു 12GB 256GB വേരിയൻ്റ് കൂടെ ഉണ്ട്. സോ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 8GB 128 പ്രൈസ് വരുന്നത് 39,999 പിന്നെ ഒരു 12GB 256GB വേരിയൻ്റ് 43,999 ആണ് ഇതിൻ്റെ പ്രൈസ് വരിക. സോ നമുക്ക് ഒട്ടും ടൈം ഡയറക്റ്റ് തന്നെ നമുക്ക് ഇതിൻ്റെ അൺബോക്സിങ്ങിന് കിടക്കാം. പക്ഷേ അതിന് മുമ്പ് ഒരു കാര്യമുണ്ട് ഗൈസ്. സോ ഇപ്പോൾ നമ്മുടെ Iqoo എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഒരു ക്യാച്ചി ഫോണാണ് ഗൈസ്. ബിക്കോസ് ഈ ഒരു പ്രൈസ് ദാറ്റ് മീൻസ് ഒരു 40K പ്രൈസ് പോയിന്റ്, ഈവൻ ഇതിൻ്റെ Iqoo7 തന്നെ കിടക്കാനാണ്. ദാറ്റ് മീൻസ് 30K പ്രൈസ് പോയിന്റ്. സോ ഇപ്പോൾ കോമ്പറ്റീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ Mi11X വേഴ്സസ് Iqoo7 പിന്നെ Mi11X Pro വേഴ്സസ് Iqoo7 Legend ആണ് ഗൈസ്. സോ ഞാൻ ഓൾറെഡി Mi11Xൻ്റെ ഉണ്ടായിരുന്നു. അതിനകത്ത് ചെറിയ കോൺസെപ്റ്റ് ഞാൻ റിവ്യൂവും ക്യാമറ റിവ്യൂ എല്ലാം ചെയ്തിട്ടുണ്ട്. സോ അത് നിങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുക്കും. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു അപ്കമിങ് OnePlus എന്ന് പറഞ്ഞു. കാരണം OnePlus ഒരു 60 ഒക്കെ എടുത്ത് നോക്കിയാൽ നിങ്ങൾ OnePlus 60 ഒക്കെ എടുത്ത് നോക്കിയാൽ ആ 40K എല്ലാം ഫ്ലാഗ്ഷിപ്പ് സ്പെക്കും കാര്യങ്ങളും എല്ലാം വെച്ചുള്ളൊരു പ്രൈസായിരുന്നു അവർ തന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ജസ്റ്റ് അവരിപ്പോൾ 40K 9R ആണ് നമുക്ക് ഇതിൻ്റെ ആ പ്രൈസ് പോയിൻ്റ് കോമ്പറ്റീഷനായിട്ട് ഞാൻ പറഞ്ഞത്. ഇല്ലെങ്കിൽ നമുക്ക് 9 Pro വരെയുള്ള കോമ്പറ്റീഷനായിട്ട് ഇതിന് പിടിക്കാം. പ്രൈസ് പോയിൻറ്റ് 9R ഒക്കെ വെച്ച് നോക്കുമ്പോൾ അത് ജസ്റ്റ് സ്നാപ്ഡ്രാഗൺ ഏതാ വരുന്നത് നമ്മുടെ 870 ഒക്കെ വരുന്നുള്ളൂ. പക്ഷേ ഇത് ട്രിപ്പിൾ 8 ആണ്. ആ സെയിം പ്രൈസ് പോയിൻറ്റ് ട്രിപ്പിൾ 8 കിട്ടുന്ന ആണ് Mi11X Proയും നമ്മുടെ Iqoo7 Legend. സോ ഡയറക്റ്റ് നമുക്ക് അൺബോക്സ് ചെയ്യാം. സോ നല്ലൊരു കിട്ടുമ്പോൾ ഒരു പ്രീമിയം നമ്മുടെ റോഗൊക്കെ അൺബോക്സ് ചെയ്യുന്ന ഒരു ഫീൽ കിട്ടുന്നുണ്ട്. നല്ലൊരു അടിപൊളി ബോക്സ് ഇട്ടത് കണ്ടോ. സോ ഇവിടെ നമുക്ക് കാര്യങ്ങളൊക്കെ എഴുതിയേക്കണം, പ്രൈസ് പോയിൻറ്റും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. സോ ഇതാണ് ബോക്സ്. ഇവിടെ Iqooൻ്റെ ആ സീൽ സ്റ്റിക്കർ. ഓക്കെ, സോ ഡയറക്റ്റായിട്ട് ഇത് BMW എഡീഷനാണ് ഇപ്പോൾ എൻ്റെ ഇരിക്കണേ. സോ ഫസ്റ്റ് ഓക്കെ, സോ Iqoo7 എന്ന് പറഞ്ഞിട്ട് ഇത് ഞാൻ ജസ്റ്റ് എടുക്കാം. ഓക്കെ, യെസ്. സോ ഫോൺ തന്നെ ഉണ്ട് ആദ്യം. ഫോൺ തന്നെ ആദ്യം എടുക്കാം. ഷടാ യെസ്. ഓക്കെ, വാവ്, കിട്ടിക്കാൻ ഞാൻ ഫോൺ തന്നെ ഇങ്ങനെ സ്വൈപ്പ് എടുക്കാം. പോരില്ലേ? യെസ്. ഒന്നും പറഞ്ഞില്ല, വെറൈറ്റി ഡിസൈൻ. എല്ലാവരും ഐക്യാച്ചി ആട്ടോ, കാണുമ്പോൾ തന്നെ എല്ലാവരും നോക്കും. അങ്ങനത്തെ ഒരു കിടുക്കൻ ഡിസൈനാണ് ആ BMW സ്പെഷ്യൽ എഡിഷൻ. ഞാൻ ഇതാണ് റെക്കമെൻഡ് ചെയ്യുള്ളൂ. സോ ഇത് ലഞ്ചിൻ്റെ മാത്രമാണ് നമുക്ക് ഈ ഡിസൈൻ വരുന്നത് കേട്ടോ. ഓക്കെ, പൊളി സാധനം, ഒന്നും പറയണ്ട. നമുക്കത് ബൂട്ടപ്പ് ചെയ്യാം. ഓക്കെ, Iqoo 5G. ഓക്കെ, ഈ സമയത്ത് നമുക്ക് ബോക്സിൽ വരെ എന്തൊക്കെയുണ്ട് നോക്കാം. ഇതിനകത്ത് എന്തൊക്കെയാണ് തന്നെ കുറേ സാധനങ്ങളുണ്ടല്ലോ. ആഹാ, iQuest ഓൺ ആൻഡ് ഓൺ. ഓക്കെ, നല്ല കാറിൻ്റെ നല്ല പടങ്ങളുണ്ട്. അവിടെ ഹലോ വന്നു. Iqoo വേറെ എന്തോ സ്റ്റിക്കർ. ഫുൾ Iqooൻ്റെ ഓരോ സംഭവങ്ങളുണ്ട്. പിന്നെ നമുക്ക് ഇജക്ടർ പിന്നെ സേഫ്റ്റി ഇൻഫർമേഷന് സാർ വാല്യൂ ഒക്കെ ഉള്ളൊരു സാർ വാല്യൂ. നമുക്ക് ഇന്ത്യൻ്റെ സാർ വന്നിരിക്കണത് 1.23 ആണ് ഹെഡിനും, 0.65 ആണ് ബോഡിക്കും. നമുക്കിവിടെ മാക്സിമം അലോട് 1.6 ആണ്. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് ബോക്സിൽ ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയുണ്ട് നോക്കാം. പിന്നെ വേറെ മറ്റേ ഒട്ടിക്കണ കുറച്ച് സ്റ്റിക്കർ ഉണ്ടായിരുന്നു. ഇനി ബോക്സിൽ വാവ്, ഒരു കേസ് തന്നെയുണ്ട്. കേസിനകത്ത് തന്നെ BMW മോട്ടോർ അതിന് കേസിലും ഉണ്ട് കേട്ടോ, ഫോണിലും ഉണ്ട് കേസിലും ഉണ്ട്. അടിപൊളി. ഇനി നമുക്കൊരു ഡാറ്റ കേബിൾ വരുന്നുണ്ട്. ആൻഡ് ഫൈനലി ദ ചാർജർ. മാരൊക്കെ സൈസുള്ള ചാർജറായിട്ടാണ് വരുന്നത്. നമുക്കിത് 66 വാട്ട് ചാർജറായിട്ടോ. അതിനനുസരിച്ച് ഇവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ വെറും 23 മിനിറ്റ് കൊണ്ട് ഫുൾ ചാർജ് ആവും. ദാറ്റ് മീൻസ് നമുക്ക് ബാറ്ററി എംഎച്ച് 4000 ആണ്. ഞാൻ മൊത്തം സ്പെക്ക് പറഞ്ഞുതരാം. 4000 mAh ബാറ്ററി നമുക്കിന് തന്നെ. സോ നമുക്ക് ജസ്റ്റ് ആ ഫോണൊന്ന് സെറ്റപ്പ് ചെയ്യാം. കൺഗ്രാജുലേഷൻസ്, യുവർ ഫോൺ ഈസ് റെഡി. ഓക്കെ, സ്റ്റാർട്ട്. ഓക്കെ, നമ്മുടെ BMW സ്പെഷ്യൽ ടീം. സോ ഗൈസ്, ഇതിപ്പോൾ നമ്മളൊരു ഞാൻ ഓൾറെഡി പറഞ്ഞ അപ്കമിങ് OnePlusൻ്റെ മീൻസ് നമുക്ക് ഈ 40K പ്രൈസ് പോയിൻറ്റിൽ എല്ലാ സ്പെക്കും കിട്ടും. ഞാൻ ആ കേസും കൂടി ഇടാം. മീൻസ് ഒന്ന് ജസ്റ്റ് കേസും കൂടി ഇട്ട് എങ്ങനെയുണ്ട് നോക്കാം. പോട്ടെ. ഓക്കെ, നല്ല ടൈറ്റ് കേസാട്ടോ. അയ്യോ, യെസ്. ആ കറക്റ്റ് സ്ഥലത്താട്ടോ ഇതിൻ്റെ ഇത് Iqooൻ്റെ ലോഗോയും BMWൻ്റെ. ഓക്കെ, കൊള്ളാം. ഓക്കെ, സോ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഇത് തന്നെയാണ്. ദാറ്റ് മീൻസ് നമ്മുടെ 40K പ്രൈസ് പോയിൻറ്റിൽ മാക്സിമം സ്പെക്സ് കുത്തി നിറച്ചൊരു ഫോണാണ് ഞാൻ എന്ന് പറയും. ഇതിൻ്റെ സ്പെക്ക് നമുക്കിതിൻ്റെ വെയിറ്റ്, ആദ്യം തന്നെ വെയിറ്റിൻ്റെ കാര്യം പറയാം. ഒരു ഈവൻ ഡിസ്ട്രിബ്യൂഷൻ ആണോ എന്ന് ചോദിച്ചാൽ യെസ്, ഓൾമോസ്റ്റ് ഈവൻ ഡിസ്ട്രിബ്യൂഷൻ ആണ്. കണ്ടോ? അയ്യോ അല്ല, യെസ് ഗൈസ്, കുഴപ്പമില്ല എന്നേ പറയാൻ പറ്റുള്ളൂ. കണ്ടോ, അത്യാവശ്യം ഒരു 209.5 grams വെയിറ്റാണ് വരുന്നത്. ഓക്കെ, ഇനി ഡിസ്പ്ലേയുടെ കാര്യം പറയുമ്പോൾ നമുക്കിതിന് 120 Hz ഒരു ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇതിൻ്റെ സെറ്റിങ്സ്, നമുക്ക് ഡിസ്പ്ലേ സെറ്റിങ്സ് ജസ്റ്റ് നോക്കാം.
ഓക്കെ, ഡിസ്പ്ലേ ആൻഡ് ബ്രൈറ്റ്നസ്. സോ നമുക്ക് റീഫ്രഷ് റേറ്റ് നമുക്ക് ചെയ്യാം കേട്ടോ. റീഫ്രഷ് റേറ്റ് നമുക്ക് സ്മാർട്ട് സ്വിച്ച് ഉണ്ട്. ദാറ്റ് മീൻസ് സ്മാർട്ട് സ്വിച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാംസങ് ഒക്കെ LTPO ഡിസ്പ്ലേസിനകത്ത് നമുക്ക് അഡാപ്റ്റീവ് ഡിസ്പ്ലേ എന്ന് പറഞ്ഞു തരുമായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫോൺ എന്താണ് ഫോണിൽ വർക്ക് ചെയ്യുന്നതനുസരിച്ച് ഫോൺ തന്നെത്താൻ മാറും. ദാറ്റ് മീൻസ് ഇപ്പോൾ നിങ്ങൾ സ്റ്റിൽ ഇമേജ് കാണുമ്പോൾ 60 Hz വർക്ക് ചെയ്യും. ഇനി അതിനേക്കാളും താഴെ ദാറ്റ് മീൻസ് 60 Hz ഈവൻ കുറവും കൊണ്ടുവരാം. ദാറ്റ് മീൻസ് ഇപ്പോൾ 60 Hz ആവില്ല ആവശ്യം. ദാറ്റ് മീൻസ് സ്റ്റിൽ ഇമേജ് ജസ്റ്റ് 1 Hz വർക്ക് ചെയ്താൽ മതിയല്ലോ. ഇനിയിപ്പോൾ നിങ്ങൾ പെട്ടെന്ന് ഇത് സ്ക്രോൾ ചെയ്യാമെന്ന് വെച്ചത് ഇപ്പോൾ ഇങ്ങനെ സ്ക്രോളിങ് കാര്യങ്ങളൊക്കെ നേരെ 122. അതാണ് സ്മാർട്ട് സ്വിച്ച്. ദാറ്റ് മീൻസ് നമുക്ക് ആവശ്യം ബാറ്ററി കൺസപ്ഷൻ വലിയ കാര്യമായിരിക്കും. പക്ഷേ M11 എക്സ്പ്രോയിൽ അങ്ങനത്തെ ഞാൻ കണ്ടില്ല. ജസ്റ്റ് ഡയറക്റ്റ് ഒന്നെങ്കിൽ 60 അല്ലെങ്കിൽ 120 അതിന് ഓപ്ഷൻ ഉണ്ടായിരുന്നുള്ളൂ. M11 എക്സിലാട്ടോ. എക്സ്പ്രോയിൽ അല്ല, എക്സ്പ്രോയിലും സെയിം തന്നെയായിരിക്കും. പിന്നെ ഇതിൻ്റെ ഡിസ്പ്ലേ വരുമ്പോൾ HDR10+ അപ്ലോഡ് ഡിസ്പ്ലേ ആണ്. 120 Hz ആണ് റീഫ്രഷ് റേറ്റ് വരുന്നത്. പിന്നെ 1300 nits ആണ് പീക്ക് ബ്രൈറ്റ്നസ്. ഞാൻ ഫുൾ ബ്രൈറ്റ്നസ് ഇടുക കേട്ടോ. അയ്യോ, പീക്ക് ബ്രൈറ്റ്നസ് 1300 nits ആണ്. ഞാൻ കുറയ്ക്കട്ടെ. ഓക്കെ. സോ 1300 nits ആണ് പീക്ക് ബ്രൈറ്റ്നസ്. ഇതിൻ്റെ PPI 394 PPI വരുന്നുണ്ട്. നമ്മുടെ ഡിസ്പ്ലേക്ക് അത്യാവശ്യം പഞ്ചി കളേഴ്സാണെന്ന് ഞാൻ പറയാം, കുഴപ്പമില്ല. നല്ല ഡിസ്പ്ലേ ആണ്. 3394 എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, അത്യാവശ്യം. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ കോമ്പറ്റീഷനിൽ 9R എടുക്കുവാണെങ്കിൽ ഏകദേശം 402 PPI 9R. അതും ഫുൾ HD ആണ്. 6.5 ഇഞ്ച്. ഇത് 6.62 ഇഞ്ച് ഡിസ്പ്ലേ ആണ് ഇതിന് വരുന്നത്. HDR10+. അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ മെയിൻ കാര്യം ഇത് ഇന്ത്യനിലാണ് ഗൈസ്. സോ സ്നാപ്ഡ്രാഗൺ 888 40K അതാണ് ഇതിൻ്റെ മെയിൻ ഫോക്കസ്. ഇതിൻ്റെയും നമ്മുടെ M11 Proയുടെ മെയിൻ ഫോക്കസ് എന്ന് വെച്ചാൽ സ്നാപ്ഡ്രാഗൺ 888 ആണ്. നമുക്ക് ഈ റേറ്റിന് നല്ലൊരു കോമ്പിനേഷൻ കിട്ടും ഇങ്ങനെ കാണുമ്പോൾ. പൊളിയല്ലേ? ഓക്കെ, അതാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ മെയിൻ കാര്യം ഇതിൻ്റെ ക്യാമറാസിനകത്ത് ഞാൻ ഇതിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ Mi11Xും X Proയിൽ എന്തൊക്കെ ഡിസഡ്വാൻറ്റേജ് മീൻസ് എന്തൊക്കെ കോൺസ് ഉണ്ടായിരുന്നോ അതൊക്കെ പരിഹരിച്ച് ഇറക്കിയ ഒരു ഫോണാണ് ഇതെന്നാണ്. പക്ഷേ ആക്ച്വലി ഇത് ഒരു ഒപ്പം ഇറക്കിയതാണെങ്കിലും കറക്റ്റ്. ഞാനിപ്പോൾ അതിൻ്റെ ഒരു കോൺ പറയുകയാണെങ്കിൽ ഞാൻ അതിനകത്ത് ഓൾറെഡി അത് ക്യാമറ സെലക്ഷൻ ചെയ്തായിരുന്നു. ദാറ്റ് മീൻസ് വീഡിയോ സെലക്ഷൻ ചെയ്തപ്പോൾ OIS ഇല്ല അതിനകത്ത്. ദാറ്റ് മീൻസ് ക്യാമറയ്ക്ക് OIS ഇല്ലാത്ത കാരണം വീഡിയോ സെലക്ഷൻ അത്ര പോരാ. ഞാൻ ഇതിൻ്റെ ക്യാമറ റിവ്യൂവിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ കൊടുത്ത് കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഞാൻ സ്പീഡിൽ ഓടിയപ്പോൾ നല്ല അത്യാവശ്യം കുഴപ്പമില്ല, മാനേജബിളാണ്. എന്നാലും വ്ളോഗേഴ്സ് ഒന്നും യൂസ് ചെയ്യാൻ കൊള്ളില്ലായിരുന്നു, കാരണം അത്യാവശ്യം നല്ല ഷേക്കുള്ളായിരുന്നു. പക്ഷേ ഇത് 48 MB OIS തന്നെ ക്യാമറയാണ്. ദാറ്റ് മീൻസ് നല്ലൊരു സ്റ്റെബിലിറ്റി വരുന്ന ക്യാമറ. നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ക്യാമറ റിവ്യൂ ഒക്കെ ചെയ്യാനുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. 48 MB OIS ഉള്ള ക്യാമറയാണ്. EOS മാത്രമല്ല OIS ഉള്ള ക്യാമറയാണ്. നമ്മുടെ സോണി IMX598 സെൻസറാണ് വരുന്നത്. പിന്നെ മറ്റേ വരുമ്പോഴാണ് നമുക്ക് അതിനകത്തൊരു എത്രയാണ് വരുന്നുണ്ട്, ഒരു നമ്മുടെ Mi11Xലും X Proയിലും 8 MB അൾട്രാവൈഡ് ജസ്റ്റ് ഒറ്റ ഗ്ലാൻസ് ഇങ്ങനെ ജസ്റ്റ് കാണുമ്പോൾ അൾട്രാവൈഡ് കൊള്ളായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുമ്പോൾ പോരായിരുന്നു. ദാറ്റ് മീൻസ് ഇപ്പോൾ ഇതിൻ്റെ അൾട്രാവൈഡ് കൊണ്ട് ഇതാണ് അൾട്രാവൈഡ്, സൂപ്പർ വൈഡ് ആംഗിൾ. സോ ഇതാണ് അൾട്രാവൈഡ്. ദാറ്റ് മീൻസ് അത് കൊള്ളായിരുന്നു ജസ്റ്റ് എടുക്കുമ്പോൾ. പക്ഷേ നമ്മൾ സൂം ചെയ്ത് കഴിയുമ്പോൾ ഡീറ്റെയിൽ പോരായിരുന്നു. അപ്പോൾ അത് കാരണം അതിൻ്റെ ഡീറ്റെയിൽ എന്ന് വെച്ചാൽ 8 MB ക്യാമറ ഉണ്ട്. ഞാൻ ക്യാമറ റിവ്യൂ അത് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. 8 MB ക്യാമറ ഉണ്ട്, അതുകൊണ്ടായിരുന്നു. പക്ഷേ ഇതിന് വരുമ്പോൾ 13 MB അതും പരിഹരിച്ചു. 13 MB നല്ലൊരു ക്യാമറയാണ്. 8 MB എന്ന് പറയുമ്പോൾ നല്ല അപ്ഗ്രേഡ് ഉണ്ട്. അപ്പോൾ 13 MB അൾട്രാവൈഡ് കൊടുത്തു. പിന്നെ മറ്റേനകത്ത് പിന്നെ ഒരു വരുന്നത് മാക്രോ ക്യാമറ, നമ്മൾ ടെലി മാക്രോ എന്ന് പറയും. പക്ഷേ മാക്രോ ഷോട്ട്സ് ഡെഡിക്കേറ്റഡ് എടുക്കാൻ വേണ്ടി. പക്ഷേ ആക്ച്വലി ഒരു മെയിൻ തിങ് എന്ന് വെച്ചാൽ നമ്മുടെ ഒരു അൾട്രാവൈഡ് ഒരു ക്യാമറ ഉണ്ടെങ്കിൽ അതിനകത്ത് നമ്മൾ ക്ലോസപ്പ് എടുത്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഡെഡിക്കേറ്റഡ് മാക്രോയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. സോ അവർ എഫിഷ്യൻ്റായിട്ട് ആ അൾട്രാവൈഡും മാക്രോയും ഇൻറ്റഗ്രേറ്റ് ചെയ്ത് ഒറ്റ ക്യാമറയാണ് യൂസ് ചെയ്യുന്നത്. അതിനകത്താണ് അൾട്രാവൈഡ് മാക്രോയും വരുന്നത്. 2.5 cm അങ്ങനെ എന്തോ തോന്നുന്നു എൻ്റെ ഡെപ്തും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ അത് മാത്രമല്ല ഇതിനകത്ത് മെയിനായിട്ട് മറ്റൊരു 13 MB ഒരു ടെലിഫോട്ടോ ക്യാമറ യൂസ് ചെയ്യുന്നത്. മീൻസ് നമുക്കൊരു ഡെപ്ത് ഫോക്കസിനും നല്ല പക്കയായിട്ടുള്ള ഡെപ്ത് ഫോക്കസിനും പിന്നെ എന്താണ് പോർട്രേറ്റ് നല്ല പക്കയുടെ ഡെപ്ത് ഫോക്കസിനും അതുപോലെ തന്നെ ഇതിനായിട്ട് 2x ഒപ്റ്റിക്കൽ സൂമിനും വേണ്ടിയായിരുന്നു നമുക്ക് ഈ ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു മോഡ്സ് ഉപയോഗിച്ചിരുന്നത്. ഇതിനകത്ത് മോഡ്സ് നോക്കാൻ നൈറ്റ് മോഡ്, പോർട്രേറ്റ്, ഫോട്ടോ, വീഡിയോ, മോറിനകത്ത് 14 MB ഡെഡിക്കേറ്റഡ് മോഡുണ്ട്, സ്ലോ മോഷൻ, ടൈം ലാപ്സ്, പ്രോ മോഡ് എന്ന് വെച്ചാൽ എല്ലാ മാനുവലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പർച്ചർ, ISO, വൈറ്റ് ബാലൻസ്, ഓട്ടോ ഫോക്കസിങ് ലെവൽസ് എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിനകത്തുള്ള ഫീച്ചേഴ്സ് എന്ന് വെച്ചാൽ ലോങ് എക്സ്പോഷർ, AS ഡോക്യുമെൻറ്റ്സ്, ടേബിൾ എക്സ്പോഷർ, പിന്നെ സ്ലോ മോഷൻ, പ്രോ സ്പോർട്സ് മോഡ്, അത് നല്ല കാര്യം കേട്ടോ. ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞുതരാം. പിന്നെ ഇവിടെ മാക്രോ മോഡ് ഉണ്ട്, അതേമാതിരി ഇതാണ് മാക്രോ മോഡ്. പിന്നെ നോർമൽ കാര്യങ്ങളൊക്കെ ഉള്ളൂ ഇവിടെ ആ ഒരു കൊണ്ട് വരുമ്പോഴത്തേക്ക്. പിന്നെ എൻ്റെ ഫ്രണ്ട് ക്യാമറയായിട്ട് വരുവാണെങ്കിൽ നമുക്കൊരു ഫ്രണ്ട് ക്യാമറ ഇതിൻ്റെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ മറ്റേ നോക്കുവാണെങ്കിൽ നമ്മുടെ Mi11 Pro നോക്കുവാണെങ്കിൽ 20 MB ഫ്രണ്ട് ക്യാമറയാണ് വരുന്നത്. ഇതിൻ്റെ ഒരു 16 MB ഫ്രണ്ട് ക്യാമറയാണ്. പക്ഷേ ഈ സൈസ് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെയാണ് കുറച്ചും കൂടെ വലിയ ഫ്രണ്ട് ക്യാമറ. മറ്റേത് ഭയങ്കര മൈന്യൂട്ട് ഫ്രണ്ട് ക്യാമറയാണ്. ഇച്ചിരി വലുതാണ്. വലുതെന്ന് പറയാനല്ല, കമ്പാരിറ്റീവ് മറ്റേ തീരെ ചെറുത്, നമുക്ക് അറിയ പോലും അങ്ങനെ സാധനം ഉണ്ടെന്ന് അറിയ പോലും അങ്ങനത്തെ ഒരു ക്യാമറയാണ്. പിന്നെ ഇതിൻ്റെ ഫിംഗർ പ്രിൻറ്റ് ഞാൻ രജിസ്റ്റർ ചെയ്യട്ടെ കേട്ടോ, ഫിംഗർ പ്രിൻറ്റ്. സോ ഞാൻ ഫിംഗർ പ്രിൻറ്റ് രജിസ്റ്റർ നമുക്ക് ജസ്റ്റ് ടെസ്റ്റ് ചെയ്യാം. 3, 2, 1 എവിടെ 3, 2, 1 ഒന്നുകൂടെ ലോക്ക് ചെയ്തിട്ട് അൺലോക്ക് ചെയ്യാം. 3, 2, 1 ഗോ. പക്ക ഫസ്റ്റ് ഒന്നുകൂടെ ചെക്ക് ചെയ്തിട്ടാ. 3, 2, 1 ഗോ.
ഓക്കെ, പക്കയുണ്ടോ ഒന്നും പറയാനില്ല. ഞാൻ അത്യാവശ്യം എനിക്ക് Mi11 Exproയുടെ നമുക്ക് പവർ ബട്ടണിൽ തന്നെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത ഒരു ഇതായിരുന്നു. അപ്പോൾ അതിനകത്ത് കുറച്ചും കൂടെ ഒരു അടിപൊളിയായിരുന്നു. പിന്നെ ഈ ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഈ BMW മോട്ടോർ സ്പോർട്ട് ഡിസൈൻ ആകുമ്പോൾ നമുക്ക് ഇവിടെ ഞാൻ കേസ് ഒന്ന് ഒരു കാണിച്ചു തരാം. ഓക്കെ, നമുക്ക് ഇവിടെയൊക്കെ വെറൈറ്റി വരുന്നുണ്ട്. ഇതിൻ്റെ ഫ്രെയിം ഒരു കളറ്, പിന്നെ ഇത് ഇവിടെ ഒരു പവർ ബട്ടൺ മാത്രം ഒരു ബ്ലൂ കളർ, ലൈറ്റ് ബ്ലൂ കളർ അങ്ങനെയൊക്കെ വരുന്നുണ്ട്. പിന്നെ ഐക്യൂൻ്റെ ഒരു കിടുക്കൻ ലോഗോ, നല്ലൊരു രസമുള്ളൊരു ക്യാമറയും ഒരു മോഡൽസും കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ഓൾറെഡി പറഞ്ഞ പോലെ ഇതിൻ്റെ ബാക്കി കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു ഫിംഗർ പ്രിൻറ്റ് അണ്ടർ ഡിസ്പ്ലേ ആണ്. മറ്റേതിനകത്ത് ഒപ്റ്റിക്കലാണ് ഇവിടെ വന്നുകൊണ്ടിരുന്നത്. രണ്ട് ഒപ്റ്റിക്കൽ തന്നെയാണ്, പക്ഷേ മറ്റേ സൈഡിലാണ്. പിന്നെ ഇതിൻ്റെ മെയിനായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം. ദറ്റ് മീൻസ് ഇപ്പോൾ നമ്മുടെ Mi11 Pro ഇതും രണ്ടും ടൈറ്റും. ഇപ്പോൾ Mi11 Pro എടുത്തവർ ഇത് റിഗ്രറ്റ് ചെയ്യാനുള്ള മോഡൽ ഇതൊന്നുമില്ല ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ എന്നാലും ചില അഡ്വാൻറ്റേജ് ഉണ്ട്. ദാറ്റ് മീൻസ് ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ട് അതിനെ വെച്ച് നോക്കുമ്പോൾ. ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ക്യാമറയിൽ OIS വന്നു, പിന്നെ അൾട്രാ വൈഡ് കുറച്ചും കൂടെ സെറ്റപ്പ് ആക്കി, പിന്നെ ടെലിഫോട്ടോയുടെ ഇംപ്ലിമെൻറ്റേഷൻ വന്നു. അതാണ് മെയിനായിട്ടുള്ള ക്യാമറയിൽ വന്ന 3 മെയിൻ അപ്ഗ്രേഡ്സ്. പിന്നെ ഇതിൻ്റെ ഗെയിമിങ്ങിനകത്ത് വന്നൊരു അപ്ഗ്രേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അത് ഇൻ്റലിജൻറ്റ് ഡിസ്പ്ലേ ചിപ്പ് എന്നൊരു സംഭവമുണ്ട്. ദാറ്റ് മീൻസ് IDC. അതിൻ്റെ മെയിൻ കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ Mi11 Xലും പ്രോയ്ക്കകത്തും ഒരു AI എഞ്ചിൻ, ഡിസ്പ്ലേക്കകത്ത് AI എഞ്ചിനകത്ത് MEMCയും HDR എന്ന് പറഞ്ഞ AI HDR എന്ന് പറഞ്ഞ 2 ഓപ്ഷൻ. അത് രണ്ടും എനേബിൾ ചെയ്ത വീഡിയോസിൽ AI HDR വീഡിയോസ് ഡിസ്പ്ലേക്ക് അത് ഓൺ ആക്കി കഴിഞ്ഞാൽ വീഡിയോസ് കുറച്ചും കൂടെ ഒരു പഞ്ചായിട്ട്, ദാറ്റ് മീൻസ് HDR ഇച്ചിരി കണ്ടൻറ്റ് എക്സ്ട്രീം ചെയ്തിട്ട് ഇച്ചിരി പഞ്ചി കളേഴ്സ്, നല്ല കളേഴ്സൊക്കെ ആയിട്ട് വീഡിയോസിൽ വരും. അത് മാത്രമല്ല പിന്നെ മറ്റേ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ MEMC എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ 8 Proയിലൊക്കെ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്ത്. ദാറ്റ് മീൻസ് ഇപ്പോൾ ഒരു വീഡിയോ കാണുവാണെങ്കിൽ 24 FPS അല്ലെങ്കിൽ 30 FPS അല്ലെങ്കിൽ 60 FPS ഒക്കെ ഉള്ള വീഡിയോ ആണെങ്കിൽ കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്ത്, ദാറ്റ് മീൻസ് 30 അല്ലെങ്കിൽ 60 കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്ത് ഒരു 120 FPS ആയിട്ട് വീഡിയോസ് മാത്രമായിട്ട് വീഡിയോസിന് വരെ മാത്രമേ ഞാൻ പറഞ്ഞത് വീഡിയോസ് കൺവേർട്ട് ചെയ്യും. അതാണ് MEMC ടെക്നോളജി ഈ Mi11 Proയിലും Mi11 Xനും യൂസ് ചെയ്യും. പക്ഷേ ഇത് ആ സെയിം സംഭവം നമുക്ക് ഗെയിമിങ്ങിന് കൊണ്ടുപോകും. അതായത് ഇൻ്റലിജൻറ്റ് ഡിസ്പ്ലേ ചിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കാര്യങ്ങൾ. ഒന്നത് നോർമലി SDR സ്റ്റാൻഡേർഡ് ഡൈനാമിക് റേഞ്ചുള്ള കണ്ടൻസിനെ HDR ഹൈ ഡൈനാമിക് റേഞ്ചുള്ള കണ്ടൻസ് ആയിട്ട് മാറ്റും. അതുപോലെ തന്നെ MEMCയും യൂസ് ചെയ്യും. അപ്പോൾ പക്ഷേ MEMC എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സപ്പോസ് നമുക്കിപ്പോൾ കോൾ ഓഫ് ഡ്യൂട്ടി നമുക്ക് നോർമലി 60 ഹെർട്സിനാണ് ഇപ്പോൾ സപ്പോർട്ടുള്ളൂ. പക്ഷേ ഇതിനകത്ത് കളിക്കാൻ 120 ഹെർട്സിൽ കളിക്കാൻ പറ്റും. ഞാനിതിൻ്റെ കോൾ ഓഫ് ഡ്യൂട്ടി റിവ്യൂ ചെയ്യുന്നുണ്ട്, PUBG, പിന്നെ നമുക്ക് ക്യാമറ റിവ്യൂ, പിന്നെ ഒരു ഫുൾ റിവ്യൂ നമ്മുടെ സെറ്റ്സൊക്കെ കമ്പയർ ചെയ്തിട്ടൊരു ഫുൾ റിവ്യൂ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് രണ്ടാണ് മെയിൻ നമ്മുടെ പെർഫോമൻസിലെ 2 ഇമ്പ്രൂവ്മെൻറ്റ്. ഒന്ന് വെച്ചാൽ MEMC ചിപ്പ് വരുമ്പോഴത്തേക്കും കുറച്ചും കൂടെ അടിപൊളിയായിരിക്കും. കാരണം ഇച്ചിരി സ്മൂത്ത്നെസ് ഉണ്ട് ഗെയിംസൊക്കെ. 60 FPS ഉള്ള ഗെയിംസ് 120. പക്ഷേ എല്ലാ ഗെയിംസിലും ഇല്ല. കോൾ ഓഫ് ഡ്യൂട്ടി ഉണ്ട്, PUBG വന്നിട്ടില്ല, പിന്നെ Assault 9 അപ്പോൾ അങ്ങനെ ചില ഗെയിംസിലുണ്ട്, ചില ഗെയിംസിൽ പക്ഷേ വരും. പിന്നെ 300 ഹെർട്സ് ടച്ച് സാമ്പിളിംഗ് റേറ്റ് ഉണ്ട്. പിന്നെ ഈവൻ നെസസറി ആണെങ്കിൽ 1000 ഹെർട്സ് ഇൻസ്റ്റൻറ്റ് ടച്ച് സാമ്പിളിംഗ് റേറ്റ് ഇട്ട് വരാൻ പറ്റും. പിന്നെ ഇതിൻ്റെ റാമിനൊരു പ്രത്യേകതയുണ്ട് ഗൈസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എക്സ്റ്റെൻഡഡ് റാം എന്ന് പറയാൻ പറ്റും. അതായത് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു 8 GB ഇപ്പോൾ നിങ്ങൾ നല്ലൊരു PUBG ഇട്ട് റെസ്യൂം ചെയ്തു, കോൾ ഓഫ് ഡ്യൂട്ടി ഇട്ടു, അത് ഹോമിൽ കളിച്ചു, അതെന്ന് വെച്ചാൽ അത് റെസ്യൂം എന്ന് വെച്ചാൽ റീസൺസിലെല്ലാം ഇട്ടു, കോൾ ഓഫ് ഡ്യൂട്ടി, PUBG, പിന്നെ എന്താണ് ജെൻഷൻ ഇമ്പാക്റ്റ്, Assault 9, അങ്ങനെ ഹൈ GTA San Andreas, അങ്ങനെ ഹൈ എൻഡ് ഗെയിംസ് കണ്ടിന്യൂസ് ആയിട്ട് ഇതിനകത്ത് കളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ദാറ്റ് മീൻസ് ഇപ്പോൾ സപ്പോസ് ഒരു 8 GB പോരെങ്കിൽ ഇതിനകത്തൊരു നമ്മുടെ സ്വാപ്പ് മെമ്മറി എന്ന് പറയും. ദാറ്റ് മീൻസ് നമ്മളിതിൻ്റെ ഇത് വരുന്നത് LPDDR5 UFS 3.1 ആണ് ഇതിൻ്റെ സ്റ്റോറേജ് സ്പീഡ്സ് വരുന്നത്, സ്റ്റോറേജും കാര്യങ്ങളും വരുന്നത്. അപ്പോൾ ഈ മെമ്മറി അവർ ഒരു 3 GB ഉള്ള ഒരു LPDDR5 മെമ്മറി അവർ ജസ്റ്റ് സ്വാപ്പ് മെമ്മറി ആയിട്ട് യൂസ് ചെയ്യും. അതെന്ന് വെച്ചാൽ വേണമെന്ന് വെച്ചാൽ ഈ 8 GB 11 GB ആക്കാൻ പറ്റും. മെമ്മറി റാം മറ്റേ മെമ്മറിയാണ്, റാം പ്യുവർലി റാം. 8 GB റാമുള്ള ഫോൺ, 12 GB റാമുള്ള ഫോൺ, അതേപോലെ തന്നെ ഈ 8 GB 11 GB ആക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ വേറെ പ്രത്യേകത. ദാറ്റ് മീൻസ് എക്സ്റ്റേണൽ മെമ്മറി എന്ന് പറയും. ആവശ്യമുള്ള സമയത്ത് ഈ 8 GB നേരെ 11 GB ആവും ആവശ്യമുള്ളപ്പോൾ. സ്വാപ്പ് മെമ്മറി, ദാറ്റ് മീൻസ് നമ്മുടെ സ്വാപ്പ് മെമ്മറി നമ്മുടെ ഇൻറ്റേർണൽ സ്റ്റോറേജിൽ നിന്ന് ഒരു 3 GB എടുത്തിട്ട് അങ്ങനെ മാറ്റി വെച്ചിരിക്കുകയാണ്, ഡെഡിക്കേറ്റഡ് ആയിട്ട് ആ ഒരു 3 GB മാറ്റി വെച്ചിരിക്കുകയാണ് ഇങ്ങനെ യൂസ് ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇതിൻ്റെ മറ്റേ 12 GB എടുക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് നമ്മളൊരു 11 GB ഫോണാണ് ശരിക്കും കഴിക്കുന്നത്. 8 GB ആണെങ്കിലും എഫക്റ്റീവ്ലി അതാണ് ശരിക്കും അവർ ഉദ്ദേശിക്കുന്നതെങ്കിൽ അങ്ങനെ ഒരു സെറ്റപ്പ് നമുക്ക്, അപ്പോൾ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. പിന്നെ ഗെയിമിന് ഏറ്റവും അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വേപ്പർ ചേമ്പർ കൂളിംഗ് ആണ്, മാരക കൂളിംഗ് ഒക്കെ ആണെന്നാണ് പറയുന്നത്. ദാറ്റ് മീൻസ് പിന്നെ ഇതിനകത്ത് ബാക്കിയെല്ലാം ടോപ്പിൻ്റെ സ്പെക്സാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ഒരു കംപ്ലയിൻറ്റ് പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല. പിന്നെ വേറെ വരുമ്പോൾ വെച്ചാൽ ഇപ്പോൾ Mi11 X Proയോ OnePlus 9R വെച്ചാകുമ്പോൾ എല്ലാം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് അടിപൊളിയാണ്. പിന്നെ എടുത്ത് പറയേണ്ട കാര്യം 11 ഏതാണ് നമ്മുടെ Mi11 X Proയിൽ 4500 mAh ബാറ്ററി ഉണ്ട്. ഇതിന് ജസ്റ്റ് 4000 വരുന്നുള്ളൂ, പക്ഷേ 66 വാട്ട് ചാർജ് ഉണ്ട്. അപ്പോൾ അവിടെ അത് രണ്ടും കൂടി സിഗ്നിഫൈ ആയി പോകുന്നു. പിന്നെ 9R കോമ്പറ്റീഷനിൽ, കാരണം 870 ചിപ്പും ഇത് 888 ആണല്ലോ നമ്മുടെ Mi11 X Pro, ഇതും 888, സോ കോമ്പറ്റീഷനിൽ. സോ അത്ര ഉള്ള കാര്യം. പിന്നെ ഇതിൻ്റെ ഒരു കാര്യം പറയാൻ മറന്നുപോയി, ഇതിൻ്റെ നമ്മുടെ കോണിംഗ് ഗോറില്ല ഗ്ലാസ് 5 ആണ് നമ്മുടെ 11 X Proയിൽ യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇതിനകത്ത് സ്കോട്ട് സെൻസേഷൻ എന്ന് പറഞ്ഞൊരു ഗ്ലാസ്സാണ് യൂസ് ചെയ്യുന്നത്. അത് കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ഗ്ലാസ് തന്നെയാണ്, പ്രൊട്ടക്ഷൻ വേണ്ടി യൂസ് ചെയ്യണത്. അപ്പാർട്ട് ഫ്രം ദാറ്റ്
അത്രേ ഉള്ളൂ ഗൈസ്. സോ ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ ഇനി എൻ്റെ റിവ്യൂസും നമ്മുടെ ക്യാമറ റിവ്യൂവും ഗെയിമിംഗ് റിവ്യൂ ഒക്കെ ആയിട്ട് വരാം. സോ നമ്മുടെ ആ ഫസ്റ്റ് റിവ്യൂ അല്ല, ഫസ്റ്റ് അൺബോക്സിങ് ഫസ്റ്റ് ഇംപ്രഷനാണ് ഉദ്ദേശിച്ചത്. ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ ഇതിൻ്റെ തുടർന്ന വീഡിയോ ഇപ്പോൾ MI11Xൻ്റെ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ലിങ്കിൽ കൊടുക്കാം, അപ്പോൾ ഇത് കണ്ടെത്തില്ലാതെ കാണുക. പിന്നെ തുടർന്ന് വീഡിയോസ് വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റേ ട്യൂൺഡ് ഗൈസ്. താങ്ക് യു.